ഹായ്, നമ്മുടെ ഫിസിയോളജിയിലെ നെക്സ്റ്റ് ഒരു മേജർ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളിപ്പോൾ സിസ്റ്റംസ് ആണ്, ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ആൻഡ് ദെയർ ഫങ്ഷൻസ്, ഹൗ ഡു ദേ പെർഫോം ദെയർ ഫങ്ഷൻസ് എന്നുള്ളതാണ് പഠിച്ചത്. ഇനിയുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ ഹൗ ഡസ് എക്സ്ക്രീഷൻ, പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഒക്കേഴ്സ്. നെക്സ്റ്റ് ഉള്ള പോർഷനാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ മെറ്റബോളിസം, തേർഡ് ചാപ്റ്ററിൽ ബയോമോളിക്യൂൾസ് നമ്മൾ മെറ്റബോളിസം പഠിച്ചിരുന്നു. മെറ്റബോളിക് റിയാക്ഷൻ്റെ ഫലമായിട്ട് മെറ്റബോളൈറ്റ്സ്, പല ബൈ പ്രോഡക്ട്സ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. ആ ബൈ പ്രോഡക്ട്സ്, ചില ബൈ പ്രോഡക്ട്സ് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റബോളൈറ്റ്സ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെറ്റബോളിക് റിയാക്ഷൻ്റെ ഫലമായിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ ആനിമൽസിൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അയൺസ്, സോഡിയം, ക്ലോറൈഡ്, പൊട്ടാഷ്യം, സൾഫേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഒന്നുകിൽ അത് മെറ്റബോളിക് റിയാക്ഷൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഇൻജെക്ഷൻ പോലെ, അതായത് നമ്മൾ ഇൻടേക്ക്, അതുപോലെയുള്ള ഡിഫറെൻറ്റ് പേർപ്പസിൽ കൂടി ഈ പറയുന്ന സബ്സ്റ്റൻസൊക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിൽ കുറേ എണ്ണം നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അത് ചിലതൊക്കെ പാർഷ്യലി എലിമിനേറ്റ് ചെയ്യണം, ചിലത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യണം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ എലിമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ബോഡിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ എങ്ങനെ സെലക്റ്റീവായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റംസ് ഏതൊക്കെ, എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗൻസ് ഏതൊക്കെ, ഹൗ ഡു ദേ പെർഫോം ദെയർ ഫങ്ഷൻ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. What is excretion? Excretion is the elimination of metabolic waste materials like ammonia, urea, uric acid, etc. from the body. അപ്പോൾ ഇങ്ങനത്തെ പലവിധ മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസ്, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നൈട്രോജനസ് വേസ്റ്റിൻ്റെ എക്സ്ക്രീഷനാണ്. നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മേജറായിട്ടുള്ള നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസാണ് ഈ പറയുന്നത്, അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്ക്രീഷൻ, ആനിമൽ കിങ്ഡത്തിലെ എക്സ്ക്രീഷൻ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. ഏതൊക്കെയാണ്? അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. ഇതൊക്കെയാണ് 3 types ഓഫ് എക്സ്ക്രീഷൻസ്. എക്സ്ക്രീഷൻ 3 ടൈപ്പ് എക്സ്ക്രീഷനാണ്. പല ഓർഗാനിസത്തിലും ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ ഇസ് എക്സ്ക്രീറ്റഡ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡിവിഷൻ ഉണ്ടായിരിക്കുന്നത്. ഏത് നൈട്രോജൻ ബേസാണ്, നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഈ ഡിവിഷൻ വരുന്നത്. നമ്മൾ പറഞ്ഞു മേജറായിട്ടുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ, യൂറിയ ആൻഡ് യൂറിക് ആസിഡ്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് യൂറിക്കോടെലിസം, അമോണോടെലിസം ആൻഡ് യൂറിയോടെലിസം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് അമോണോടെലിസം. അമോണോടെലിസം ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ. അമോണിയ അല്ലെങ്കിൽ NH3 എന്ന് പറയുന്നത് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയലാണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ വളരെ വിഷാംശം കൂടിയ ഒരു നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയലാണ് അമോണിയ എന്ന് പറയുന്നത്. അമോണോടെലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് മിക്കവാറും അക്വാട്ടിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അക്വാട്ടിക് ഇൻവേർട്ടിബ്രേറ്റ്സ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, ബോണി ഫിഷസ്, aquatic amphibians, etc. These organisms shows amonotelic mode of excretion. Ammonia is highly toxic, so its secretion need excess of water. അമോണിയ വളരെയധികം ടോക്സിക്, വിഷാംശം കൂടിയ ഒരു നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ പുറന്തള്ളൽ,
പുറന്തള്ളലിന് നമുക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് അമോണോട്ടലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് മെയിനായിട്ട് അക്വാട്ടിക് ആണെന്ന് നമ്മൾ പറയുന്നത്. അമോണിയ is readily soluble in water and is excreted by diffusion through body surface or gill surface as ammonium ions. അമോണിയ വേഗം വെള്ളത്തിൽ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അമോണിയ എങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡിഫ്യൂഷനാണ്. ബോഡി സർഫസിൽ കൂടി അല്ലെങ്കിൽ ഗിൽ സർഫസിൽ കൂടി, ഫിഷസിലാണെങ്കിലാണ് ഗിൽസ് കാണുക, ഗിൽ സർഫസിൽ കൂടി അല്ലെങ്കിൽ ബോഡി സർഫസിൽ കൂടി അമോണിയം അയോൺസ് ആയിട്ടാണ് ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഡിഫ്യൂഷനാണ് പ്രോസസ്സ് നടക്കുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസസ് മൂവ് ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളത് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ട്രാൻസ്പോർട്ടൊക്കെ പറയുമ്പോൾ കണ്ടതാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ നടക്കുന്നത് ബോഡി സർഫസിൽ കൂടിയാണോ അല്ലെങ്കിൽ ഗിൽ സർഫസിൽ കൂടിയാണ്. അപ്പോൾ ഡിഫ്യൂഷൻ നടക്കുന്നത് അമോണിയം അയൺസിൻ്റെ ഡിഫ്യൂഷനാണ് നടക്കുന്നത്. അതായത് ബോഡിയിൽ നിന്നും അമോണിയം അയൺസായിട്ട് ബോഡി സർഫസിൽ കൂടി പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സറൗണ്ടഡ് ബൈ വാട്ടർ. അപ്പോൾ ആ വാട്ടറിലേക്ക് എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കിഡ്നീസ് ഡു നോട്ട് പ്ലേ എനി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദിസ് കൈൻഡ് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് റിമൂവൽ. അപ്പോൾ കിഡ്നിക്ക് സാധാരണഗതിയിൽ ഈ അമോണോട്ടലിസത്തിൽ കാര്യമായ പങ്കില്ല. അത് ബോഡി സർഫസിൽ കൂടി അല്ലെങ്കിൽ ഗിൽ സർഫസിൽ കൂടിയാണ് അമോണിയം അയൺസായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് അമോണോട്ടലിസം എന്ന് പറയുന്നത്. Next one is ureotelism. As the name indicates, it is the process of excretion of urea. പേര് കാണുന്ന പോലെ യൂറിയയുടെ എക്സ്ക്രീഷനാണ് യൂറിയോടെലിസം. യൂറിയോടെലിക് ആയിട്ടുള്ള ആനിമൽസാണ് കാർട്ടിലേജിനസ് ഫിഷസ്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആൻഡ് സെമി അക്വാട്ടിക് ആംഫീബിയൻസ്, ദെൻ അക്വാട്ടിക് ആൻഡ് സെമി അക്വാട്ടിക് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ അലിഗേറ്റേഴ്സ്, ടേർട്ടിൽസ് പോലെയുള്ളത്, മാമൽസ്, ഇവരൊക്കെ യൂറിയോടെലിക്കാണ്. ലിവറിൽ വെച്ച് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ ഇസ് കൺവേർട്ടഡ് ടു ലെസ് ടോക്സിക് യൂറിയ. ഇപ്പോൾ ലിവറിൽ വെച്ച് നടക്കുന്ന ഒരു മേജർ പ്രോസസ്സാണ്. മെയിനായിട്ട് മാമൽസ്, ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, മറൈൻ ഫിഷസിലൊക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ദിസ് അമോണിയ produced as a byproduct of metabolic reaction is converted into urea in the liver cells. ലിവർ സെൽസിൽ വെച്ചിട്ട് ഈ പറയുന്ന അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് വിച്ച് ഈസ് ഫിൽറ്റേർഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഔട്ട് ത്രൂ കിഡ്നീസ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ പറയുന്ന അമോണിയെ യൂറിയ ആക്കി മാറ്റും. അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റബോളിസം ഇസ് കൺവേർട്ടഡ് ടു യൂറിയ were in the liver of organisms and they are released into the body which is filtered and excreted out through kidneys. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്ന പ്രോസസ്സ്. ഏതിൽ? യൂറിയോടെലിക് ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രീഷനാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് യൂറിക്കോടെലിസം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്. പേര് പറയുന്ന പോലെ യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷനാണ്. യൂറിക് ആസിഡ് ഈസ് നാച്ചുറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിക്കുന്നതല്ല. സോ വാട്ടർ ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ. അപ്പോൾ ഇതിന് വാട്ടറിൻ്റെ ആവശ്യമില്ല. ഒരു വാട്ടർ കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. യൂറിക്കോടെലിക് ആനിമൽ സാധാരണഗതിയിൽ ഇൻസെക്ട്സ്, ലാൻഡ് ക്രസ്റ്റേഷ്യൻസ്, ലാൻഡ് സ്നെയിൽസ്, ടെറസ്ട്രിയൽ റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെയാണ്. അപ്പോൾ അതൊരു ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് അഡാപ്റ്റേഷനാണ്. ഏത്? യൂറിക്കോടെലിക് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ. എവിടെയൊക്കെയാണ് കാണുന്നത്? ഇൻസെക്ട്സിൽ, ലാൻഡ് ക്രസ്റ്റേഷ്യൻസിൽ, ലാൻഡ് സ്നെയിൽസ് ഒച്ചുകളിൽ, ടെറസ്ട്രിയൽ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഓക്കെ, ഇതാണ് യൂറിക്കോടെലിക് ഓർഗാനിസംസ്. യൂറിയോടെലിസവും യൂറിക്കോടെലിസവും അത്ര അധികം വാട്ടർ വേണ്ട ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി മെത്തേഡല്ല. കാരണം അമോണിയയാണ് ഹൈലി ടോക്സിക് എന്ന് പറയുന്നത്. അതിൻ്റെ അത്രയും ടോക്സിക് അല്ല ഈ പറയുന്ന സാധനങ്ങളൊന്നും. സോ യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം ആർ നീഡഡ് ഫോർ വാട്ടർ കൺസർവേഷൻ.
ഓക്കെ. ഇനി എന്താണ് ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ നമ്മൾ പറഞ്ഞത്? അമോണോടെലിസം, യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം. ഓക്കെ. അമോണോടെലിസം എന്താണ്? അമോണോടെലിസം, അമോണിയ is a highly toxic substance. It is the most toxic nitrogenous waste material produced, and it needs a lot of water. So usually amonotelic organisms are aquatic. For example, aquatic invertebrates, aquatic insects, bony fishes, aquatic amphibians, etc. അമോണിയ സാധാരണ അതിൽ എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്? ഇറ്റ് ഈസ് റെഡ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ഇസ് എക്സ്ക്രീറ്റഡ് ബൈ എ സിമ്പിൾ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ ബോഡി സർഫസ് ഓർ ഗിൽ സർഫസ് ആസ് അമോണിയം അയൺസ്. കിഡ്നീസ് ഡു നോട്ട് ഹാവ് എനി റോൾ ഇൻ ദിസ് അമോണോടെലിക് മോഡ് ഓഫ് എക്സ്ക്രീഷൻ. Next one is ureotelism. It is a process of excretion of urea, and examples are ureotelic organisms. Examples for ureotelic organisms are cartilaginous fishes, terrestrial and semi-aquatic amphibians, aquatic and semi-aquatic reptiles, mammals, etc. As a result of different metabolic processes, ammonia is released in the body. Ammonia is formed in the body, and then this ammonia is converted into less toxic form, which is called urea. It occurs in the liver. So it needs only moderate quantity of water for excretion. Okay. Removal of ureotelic waste material need only moderate quantity of water for excretion. Next one is uricotelism. It is a process of excretion of uric acid, and uric acid is insoluble in water, so water is not required for excretion. Uricotelic organisms are insects, some land crustaceans, land snails, terrestrial reptiles and birds. നമുക്കറിയാം യൂറിക്കോട്ടലിക് എന്ന് പറഞ്ഞാൽ ബേർഡ്സിൻ്റെ ഒക്കെ എക്സ്ക്രിറ്ററി വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെമി സോളിഡ് പോലെ ഇരിക്കും അല്ലേ? അതൊരു വാട്ടർ കൺസർവേഷൻ ടെക്നിക്കാണ്. യൂറിയോടെലിസം ആൻഡ് യൂറിക്കോടെലിസം ആർ നീഡഡ് ഫോർ വാട്ടർ കൺസർവേഷൻ. ഓക്കെ, വാട്ടർ കൺസർവേഷൻ അത്യാവശ്യമാണ്. യൂറിയോടെലിക് ഓർഗാനിസംസ്, യൂറിക്കോടെലിക് ഓർഗാനിസംസ്. ഓക്കെ, ദീസ് ആർ ദ 3 types of excretion. Next one is different types of excretory organs in animals that we have already seen in the chapter Animal Kingdom. First one is protonephridia or flame cells. It is seen in Platyhelminthes, rotifers, some annelids and cephalochorids. Okay, protonephridia or flame cells are seen in Platyhelminthes, rotifers, some annelids and cephalochorids. Then this protonephridia, they're simpler tubular structures. Okay, protonephridia or flame cells that is primarily concerned with the ionic and fluid volume regulation, that is osmoregulation. Okay, it mainly helps in osmoregulation. And next comes the nephridia. Nephridia is seen mainly in annelids. Earthwormsilokke കാണുന്നതാണ് nephridia. It helps to remove the nitrogenous waste materials, and also it helps to maintain fluid and ionic balance. And next comes the Malpighian tubules. It is seen mainly in insects. Malpighian tubules are seen mainly in insects. Then the antennal gland or green gland. It is seen in crustaceans like prawns. Then the last type of excretory organ is kidneys. That is seen in higher animals. That is, the kidneys also helps as an excretory organ. Protonephridia or flame cells, അത് കാണുന്നത് പ്ലാറ്റിഹെൽമിന്തസ് അല്ലെങ്കിൽ റോട്ടിഫേഴ്സ്, സം അനലിഡ്സ്, സിഫാലോകോഡ്സിലൊക്കെയാണ്.
Then comes the nephridia. Nephridia is mainly seen in annelids. And then comes the Malpighian tubules. It is mainly seen in insects. And antennal glands or green glands is seen in crustaceans. And finally, kidneys are seen in higher animals. Then comes the human excretory system. ഇനിയാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് കിടക്കുന്നത്. നമുക്കാണെങ്കിൽ കിഡ്നീസ് ആണല്ലോ മെയിനായിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ. കിഡ്നീസ് ആൻഡ് അതർ അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഏകദേശം പൊസിഷൻ ഇങ്ങനെയാണ്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ശരീരത്തിലുള്ള പൊസിഷൻ എവിടേക്കാണ് കാണുന്നത് എന്നുള്ള പൊസിഷനാണ് ഈ കാണിക്കുന്നത്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നീസ്, ഒരു പെയർ കിഡ്നികൾ, കിഡ്നീസ്, വൃക്ക. ദെൻ എ പെയർ ഓഫ് യുറീറ്റേഴ്സ്, രണ്ട് ട്യൂബ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, യുറീറ്റേഴ്സ്. ദെൻ എ യൂറിനറി ബ്ലാഡർ, ദാറ്റ് ഇസ് എ മസ്കുലർ ഓർഗൻ യൂസ്ഡ് ഫോർ ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് യൂറിൻ. ആൻഡ് ഫൈനലി യുറീത്ര, ഇറ്റ് ഇസ് ദ ഓപ്പണിംഗ്. ഇത്രയും കൂടിയതാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒരു പെയർ കിഡ്നീസ്, ഒരു പെയർ യുറീറ്റേഴ്സ്, എ സിംഗിൾ യൂറിനറി ബ്ലാഡർ ആൻഡ് യുറീത്ര. ഇത്രയും ഉള്ളതാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇനി ഓരോന്നിൻ്റെയും സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം പെയർ ഓഫ്, ഇതാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പെയർ ഓഫ് കിഡ്നീസ് കാണുന്നുണ്ടല്ലോ, പെയർ ഓഫ് കിഡ്നീസ്. കിഡ്നിയുടെ തൊട്ട് മുകളിലുള്ള ഒരു ഓർഗനാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതൊരു ഗ്ലാൻഡുലർ സ്ട്രക്ചറാണ്. പിന്നെ കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബ് കാണുന്നുണ്ടല്ലോ അല്ലേ, കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബുലാർ സ്ട്രക്ചർ, ദാറ്റ് ഈസ് നോൺ ആസ് യൂറേറ്റർ. ആൻഡ് യൂറേറ്റർ ഓപ്പൺസ് ഇൻ ടു എ മസ്കുലർ ഓർഗൻ കാൾഡ് യൂറിനറി ബ്ലാഡർ. ദെൻ യൂറിനറി ബ്ലാഡർ ഓപ്പൺസ് ഔട്ട് ത്രൂ യുറീത്ര. ദിസ് ഈസ് യുറീത്ര. ഇത്രയുമാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് കിഡ്നി. അപ്പോൾ കിഡ്നിയുടെ ലൊക്കേഷൻ നോക്കിയ ബാക്ക് സൈഡിലാണ് സാധാരണഗതിയിൽ കിഡ്നീസ് ഇരിക്കുന്നത്. റിബ്സൊക്കെ വരുമ്പോൾ റിബ്സിൻ്റെയൊക്കെ ഏറ്റവും താഴ്ഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് ആണ് കിഡ്നീസിൻ്റെ പൊസിഷൻ. മിക്കവാറും ബാക്ക് സൈഡിലാണ്, രണ്ട് സൈഡിലുമാണ്. അതാണ് ഈ കിഡ്നി സ്റ്റോണൊക്കെ വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്നാണൊരു പെയിൻ പോലെ വരുന്നത്, കിഡ്നി സ്റ്റോണൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ, ഡോസൽ സൈഡിൽ കാണുന്നതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, ഇതൊരു കിഡ്നിയുടെ എൻലാർജ്ഡ് വ്യൂ ആണ്. കിഡ്നി സാധാരണഗതിയിൽ റെഡിഷ് ബ്രൗൺ ആണ്, ബീൻ ഷേപ്ഡ് ആണ് അല്ലേ, ഒരു പയറുമണിയുടെയൊക്കെ ഷേപ്പാണ്. ആൻഡ് ഇറ്റ് ഇസ് എൻക്ലോസ്ഡ് ഇൻ എ ടഫ് 3-layered ഫൈബറസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ടഫായിട്ടുള്ള 3 ലെയേഴ്സുള്ള ക്യാപ്സ്യൂൾ കൊണ്ട് കവർ ചെയ്തൊരു സ്ട്രക്ചറാണ് കിഡ്നീസ് എന്ന് പറയുന്നത്. സാധാരണ ഇത് കാണുന്നത് ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ്, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രേ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് തൊറാസിക്കിൻ്റെയും തേർഡ് ലംബാർ വെർട്ടിബ്രയുടെയും ഇടയ്ക്കാണ് കിഡ്നിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 10 to 12 സെൻറ്റിമീറ്റർ ആയിരിക്കും ലെങ്ത്. ആൻഡ് വിഡ്ത്ത് വിൽ ബി 5 to 7 സെൻറ്റിമീറ്റേഴ്സ്. തിക്നെസ് ഇസ് 2 to 3 സെൻറ്റിമീറ്റർ. ആവറേജ് വെയ്റ്റ് 120 to 170 gram. ഇതാണ് ഒരു കിഡ്നിയുടെ ഒരു അപ്രോക്സിമേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കിഡ്നി ഒരു റെഡിഷ് ബ്രൗൺ സ്ട്രക്ചറാണ്, ഒരു 3-layered ആയിട്ടുള്ള ഫൈബറസ് ക്യാപ്സ്യൂൾ കൊണ്ട് കവർ ചെയ്താണ് ഇരിക്കുന്നത്. പൊസിഷൻ ഇസ് ഇൻ ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രേ. ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ആവറേജ് വെയ്റ്റ് 120 to 170 grams ആണ്. ഇനി ഈ കിഡ്നിയുടെ കോൺകേവ് സൈഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൻ്റെ ഒരു നോച്ച് ലൈക്ക് സ്ട്രക്ചർ നോക്കിയേ, ഈ കാണുന്നത്, ഇതിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഈ ഹൈലത്തിൽ കൂടിയാണ് ബ്ലഡ് വെസൽസ്
നെർവ്സ്, ദ ബ്ലഡ് വെസൽസ്, അതുപോലെ നെർവ്സ്, അതുപോലെ ലിംഫാറ്റിക് ഡക്ട്സ്, മെയിനായിട്ട് യുറീറ്റർ, ഇതൊക്കെ കിഡ്നിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു പൊസിഷൻ. ആ പൊസിഷനെയാണ് നമ്മൾ ഹൈലം അല്ലെങ്കിൽ ഹൈലസ് എന്ന് പറയുന്നത്. ഒരു നോച്ച് ലൈക്ക്, ഒരു ഓപ്പണിംഗ് പോലത്തെ സ്ട്രക്ചർ. അവിടുത്തെ പ്രത്യേകത എന്താണ്? ബ്ലഡ് വെസൽസ്, നെർവ്സ്, ലിംഫാറ്റിക് ഡക്ട്സ്, യുറീറ്റർ, ഇതൊക്കെ കിഡ്നിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഭാഗമാണ് ഹൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈലുണ്ട്. പിന്നെ ഹൈലം ലീഡ്സ് ഇൻ ടു എ ഫണൽ ഷേപ്ഡ് ക്യാവിറ്റി കോൾഡ് റീനൽ പെൽവിസ്. നോക്കിയേ, ഈ പോർഷനാണ് ഹൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലം ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു ഫണൽ പോലത്തെ. നോക്കി, ഇത് ഫണൽ പോലത്തെ സ്ട്രക്ചർ അല്ലേ? ഇത് ഈ ഭാഗം ഫണൽ പോലത്തെ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് റീനൽ പെൽവിസ് വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് കാലിസസ്. കാലിക്സ് അല്ലെങ്കിൽ കാലിസസ്. നോക്കി, ഈ പറയുന്ന യുറീട്രൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഭാഗം, ആ ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ് ഹൈലസ് എന്ന് പറയുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അതൊരു വലിയൊരു കോമൺ സ്പേസിലേക്കാണ്, ഒരു ഫണൽ ഷേപ്ഡ് ക്യാവിറ്റിയിലേക്കാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് റീനൽ പെൽവിസ്. റീനൽ പെൽവിസിലെ പ്രൊജക്ഷനെയാണ് കാലിസസ് എന്ന് പറയുന്നത്. റീനൽ പെൽവിസിലെ പ്രൊജക്ഷൻസ്, ഈ പറയുന്ന പ്രൊജക്ഷൻസ്, അതാണ് കാലിസസ്, അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ കാലിക്സ് എന്ന് പറയുന്നത്. ഹൈലം ലീഡ്സ് ടു എ ഫണൽ ഷേപ്ഡ് ക്യാവിറ്റി which is called renal pelvis. അപ്പോൾ ഇനി ആ കിഡ്നിയുടെ സ്ട്രക്ചർ, ഒരു ക്രോസ് സെക്ഷനൊക്കെ എടുത്തുള്ള സ്ട്രക്ചറാണ് പറയുന്നത്. ഡെക്സിലും ക്രോസ് സെക്ഷൻ പോലത്തെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. കിഡ്നിക്ക് ഒരു ഔട്ടർ കോർട്ടക്സും ഒരു ഇന്നർ മെഡുല്ലയും ഉണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു ഒരു 3 ലെയർഡ് ആയിട്ടുള്ള ക്യാപ്സുലാർ സ്ട്രക്ചർ ഉണ്ട്. ദെൻ മെഡുല്ല ഹാസ് ഫ്രീ കോണിക്കൽ പ്രൊജക്ഷൻസ് കോൾഡ് റീനൽ പിരമിഡ്സ്. മെഡുല്ലയിൽ പ്രൊജക്ഷൻസ് ഉണ്ട്. ആ പ്രൊജക്ഷനെ പറയുന്ന പേരാണ് റീനൽ പിരമിഡ്. കോർട്ടക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ മെഡുല്ലറി പിരമിഡ്സ് ആസ് റീനൽ കോളംസ് കോൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. അപ്പോൾ റീനൽ കോർട്ടക്സും ഉണ്ട്, റീനൽ മെഡുല്ലയുണ്ട്. ദെൻ റീനൽ മെഡുല്ല, കോർട്ടക്സ് എക്സ്റ്റെൻഡ്സ് ഇൻ ബിറ്റ്വീൻ medullary pyramids as renal columns called columns of Bertini. കോർട്ടക്സ് ഏതൊക്കെയാണ്? റീനൽ കോർട്ടക്സും ഉണ്ട്, റീനൽ മെഡുല്ലയുണ്ട്. നോക്കിയേ, ഔട്ടർ ഭാഗത്തിനെ പറയുന്ന പേരായിരിക്കും, ഔട്ടർ റീജിയനാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. ഇന്നർ റീജിയനാണ് മെഡുല്ല. മെഡുല്ലയുടെ പ്രൊജക്ഷൻസ് ആണ് റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറെ പേര് മെഡുല്ലറി പിരമിഡ്സ്. അത് കാലിസസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ദെൻ കോർട്ടക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ മെഡുല്ലറി പിരമിഡ്സ് ആൻഡ് റീനൽ കോളംസ്. റീനൽ കോർട്ടക്സ് മെഡുല്ലറി പിരമിഡ്സിൻ്റെ ഇടയിലേക്ക് നിൽക്കുമ്പോൾ അതിന് പറയുന്നതാണ് കോളംസ് ഓഫ് ബെർട്ടിനി. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, കോളംസ് ഓഫ് ബെർട്ടിനി. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. റീനൽ കോർട്ടക്സ് ഒക്കെ കാണാം. അതുപോലെ മേജറായിട്ടുള്ള കാലിസസ് അല്ലെങ്കിൽ കാലിക്സ് അതൊക്കെ കാണാം. ഇത് കുറച്ചും കൂടെ എൻലാർജ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്, ഒരു ഭാഗം മാത്രം. ഇനി അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് കിഡ്നിയിലെ നെഫ്രോൺ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും കൂടെ നോക്കാം. സ്ട്രക്ചർ ഓഫ് കിഡ്നിയിൽ കിഡ്നിയുടെ പൊസിഷൻ ഏകദേശം മനസ്സിലായി. ബാക്ക് സൈഡിലായിട്ടാണ് കാണുന്നത്. ഫൈബറസ് ഒരു ക്യാപ്സ്യൂൾ കൊണ്ട്, 3 ലെയർഡ് ആയിട്ടുള്ള ഫൈബറസ് ക്യാപ്സ്യൂൾ കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബിറ്റ്വീൻ ദ ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വേർട്ടിബ്രയുടെ ഇടയിലാണ് കാണുന്നത്.
ലെങ്ത് വിഡ്ത്ത് ഒക്കെ കണ്ടു. ആവറേജ് വെയിറ്റ് 120 to 170 grams ആണ്. കോൺകേവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൈഡ്. കോൺകേവ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു നോച്ച് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ നോച്ച് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഹൈലം എന്ന്. ആ ഹൈലത്തിലൂടെയാണ് ഈ നെർവ്സ്, ലിംഫാറ്റിക്സ്, ഡക്സ്, യൂറീറ്റർ അതൊക്കെ എൻ്റർ ചെയ്യുന്നത് ഹൈലത്തിൽ കൂടിയാണ്. ഓക്കെ, ഇതാണ് ഹൈലം എന്ന് പറയുന്നത്, ഈ പൊസിഷൻ. ഇനി ഹൈലം ലീഡ് ചെയ്യുന്നത് ഒരു ഫണൽ ഷേപ്ഡ് ക്യാവിറ്റിയാണ്. അതിനാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഇതിൽ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട് വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് കാലിസസ്. അതിൻ്റെ അത് പ്രൊജക്ഷൻസ് ഉണ്ടാക്കും. അതിനാണ് കാലിക്സ് അല്ലെങ്കിൽ കാലിസസ് എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഡയഗ്രം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ കിഡ്നി ഹാസ് ആൻ ഔട്ടർ കോർട്ടെക്സ്. കിഡ്നിക്ക് ഒരു ഔട്ടർ കോർട്ടെക്സും ഉള്ളിൽ മെഡുല്ലയുണ്ട്. മെഡുല്ലയിലാണെങ്കിൽ ചില കോണിക്കൽ പ്രൊജക്ഷൻസ് ഉണ്ട്. ദാറ്റ് പ്രൊജക്ഷൻസ് ആർ കോൾഡ് renal pyramids, and these renal pyramids project to different calyces. Cortex extends in between. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരച്ചിടുക. കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ medullary pyramids and renal columns is called columns of Burton. Okay, this is the structure of kidney.